നമസ്കാരം. 2024-25 വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പ്രോഗ്രഷൻ ആക്ടിവിറ്റി, പ്രോഗ്രഷൻ മൊഡ്യൂൾ എന്നിവ വഴി പ്രൊമോട്ട് ചെയ്യേണ്ടവരെ പ്രൊമോട്ട് ചെയ്തും മറ്റ് സ്കൂളുകളിലേക്ക് പോയ കുട്ടികളെ മാറ്റിയും ആ നടപടി പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2025-26 വർഷത്തെ യുഡൈസ് എൻട്രി തുടങ്ങാവൂ. പ്രോഗ്രഷൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത്. ഇങ്ങനെയുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025-26 വർഷത്തെ യുഡൈസ് അപ്ഡേഷൻ പൂർത്തീകരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ട് പ്രോഗ്രഷൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് യുഡൈസ് പ്ലസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.udaisplus.gov.in എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന വിൻഡോയിൽ വലതുവശത്ത് മുകളിലായിട്ട് ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സംസ്ഥാനം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ് വരുന്നത്. കേരള സെലക്ട് ചെയ്യുക. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണാം പ്രൊഫൈൽ ഫെസിലിറ്റീസ്, ടീച്ചർ മൊഡ്യൂള്, റിപ്പോർട്ട് മൊഡ്യൂള്, സ്റ്റുഡൻസ് മൊഡ്യൂള്. പ്രോഗ്രഷൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സ്റ്റുഡൻസ് മൊഡ്യൂളാണ് ലോഗിൻ ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് മൊഡ്യൂള് ഓപ്പൺ ചെയ്തു. യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുക. ലോഗിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണവശാൽ പാസ്വേഡ് മറന്നുപോയി, കംപ്ലൈൻ്റ് ആണ് എങ്കിൽ, മിസ്റ്റേക്ക് ആണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിലൂടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലതുവശത്ത് മുകളിലായിട്ട് ഒരു ബോക്സിൽ, റെഡ് ബോക്സിൽ കറണ്ട് അക്കാഡമിക് ഇയർ 2025-26 ആ ബോക്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ സ്കൂൾ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു പേജാണ്. സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ സ്റ്റാർട്ടിങ് ടു ഫിനിഷിംഗ് ക്ലാസ്സുകളെ സംബന്ധിച്ചും സ്കൂളിൻ്റെ ഡേറ്റാസിനെ സംബന്ധിച്ചുള്ളൊരു സ്ക്രീനാണ് കാണാൻ സാധിക്കുക. അത് ആ ക്ലോസ് ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ വിൻഡോയിൽ സ്കൂൾ ഡീറ്റെയിൽസ്, ഗ്രേഡ് വൈസ് 2025-26, ഡേറ്റ എൻട്രി ആക്റ്റീവ്, ഡേറ്റ നോട്ട് സർട്ടിഫൈഡ് എന്നുള്ള പേജാണ് വരുന്നത്. അവിടെ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രോഗ്രഷൻ ആക്ടിവിറ്റി, പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ പ്രോഗ്രഷൻ മൊഡ്യൂൾ എന്നുള്ളത് കാണാം. ഫൈനൽ പ്രോഗ്രഷൻ ഒരു കാരണവശാലും സെലക്ട് ചെയ്തത്, അതായത് സ്കൂളിൻ്റെ കംപ്ലീറ്റ് കുട്ടികളുടെ പ്രോഗ്രഷൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓരോ ക്ലാസ്സിലെയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ പ്രോഗ്രഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെലക്ട് ക്ലാസ്, സെലക്ട് സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഏത് ക്ലാസ്സിലെ കുട്ടികളുടെയാണോ പ്രോഗ്രഷൻ നമ്മൾ ചെയ്യുന്നത് ആ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏത് ഡിവിഷനാണോ ആ ഡിവിഷനും സെലക്ട് ചെയ്യുക. ക്ലാസ് ഇപ്പോൾ 1ാം ക്ലാസ്സാണ് സെലക്ട് ചെയ്യുന്നത്. 1. സെലക്ട് സെക്ഷൻ, ഏത് ഡിവിഷനാണ് സെലക്ട് ചെയ്യുന്നത് ആ ഡിവിഷനും സെലക്ട് ചെയ്യുക. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കഴിഞ്ഞ വർഷം 2024-25 വർഷം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രോഗ്രഷൻ സ്റ്റാറ്റസ് 2024-25 ഡീറ്റെയിൽസ്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ് എയിൽ ആ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ ലിസ്റ്റാണ് തൊട്ട് താഴേക്ക് വന്നിരിക്കുന്ന. ആ സ്ക്രീനിൽ മുഴുവനും കാണാം. ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ കംപ്ലീറ്റ് ഡേറ്റാസാണ് വന്നിരിക്കുന്നത്. അതിൽ ഓരോ കുട്ടികളെയും എടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ആദ്യം കാണുന്ന കുട്ടിയുടെ പേര്, അവിടെ പെൻ നമ്പർ, പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ, സ്റ്റേറ്റ് വൈസിലും നാഷണൽ വൈസിലും ഒരു നമ്പർ ഒരു കുട്ടിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ പെൻ നമ്പർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പ്രോഗ്രഷൻ സ്റ്റാറ്റസ്, ആദ്യത്തെ കുട്ടിയുടെ നമ്മൾ പ്രോഗ്രഷൻ സ്റ്റാറ്റസും അല്ലെ പ്രോഗ്രഷൻ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രോഗ്രഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം അവിടെ രേഖപ്പെടുത്തേണ്ടത് പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷ എഴുതി പ്രൊമോട്ട് ചെയ്ത കുട്ടിയാണോ. നോട്ട് പ്രൊമോട്ടഡ് ഓർ റിപ്പീറ്റർ, അതായത് തോൽവി സംഭവിച്ചത്, പരാജയപ്പെട്ടതാണോ, ക്ലാസ്സിൽ വിജയിച്ചില്ല, അതേ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന കുട്ടിയാണോ. അടുത്ത 3ാമത്തെ ഓപ്ഷൻ പ്രൊമോട്ടഡ് വിത്തൗട്ട് എക്സാമിനേഷൻ, പരീക്ഷ ഒന്നുമില്ലാതെ പ്രൊമോട്ട് ചെയ്ത കേസാണോ. ഇതിലേതാണെന്നുള്ള ഓപ്ഷൻ പരമാവധിയും സെലക്ട് ചെയ്യുന്നത് പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ ആണ്. അത് സെലക്ട് ചെയ്യുന്നു.
തുടർന്ന് മാർക്സ് ഇൻ പെർസെൻറ്റേജ്, കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം നമ്പർ ഓഫ് ഡേയ്സ് അറ്റൻഡഡ് ഇൻ സ്കൂൾ, എത്ര ദിവസമാണോ സ്കൂളിൽ ഹാജരുണ്ടായിരുന്നത് ആ അറ്റൻഡൻസ് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് സ്കൂളിംഗ് സ്റ്റാറ്റസ് എന്നുള്ള ആ പേജിൽ സെലക്ഷൻ കൊടുക്കുക. സ്കൂളിംഗ് സ്റ്റാറ്റസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ 2025-26 സ്കൂളിംഗ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സെലക്ഷനായിട്ട് വരുന്നത് സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ. അതായത് ആ കുട്ടി കഴിഞ്ഞ വർഷം ഈ ക്ലാസ്സിൽ പഠിച്ച കുട്ടി 2ാം ക്ലാസ്സിൽ ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായ സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ സെലക്ട് ചെയ്യണം. അതല്ല ആ കുട്ടി TC വാങ്ങിച്ച് മറ്റു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ഓപ്ഷനായ ലെഫ്റ്റ് സ്കൂൾ വിത്ത് ഓർ വിത്തൗട്ട് TC എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടെയാണ് ഇവിടെ ഇത് ചെയ്യേണ്ടത്. കാരണം കുട്ടി തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ തന്നെ കൊടുക്കണം. അതേസമയം TC വാങ്ങിച്ചു മറ്റു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സ്കൂൾ വിത്ത് TC ഓർ വിത്തൗട്ട് TC എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്ന പുതിയ സ്കൂളിലെ യുഡേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഫീൽഡ് നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂൾ കുട്ടി അവിടെ തന്നെ പഠിക്കുന്നുണ്ട്, TC വാങ്ങിച്ചിട്ടില്ല, ഈ 2025-26 അവിടെ തന്നെ പഠിക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി ഇൻ സെയിം സ്കൂളും, ഇനി അതല്ല TC വാങ്ങിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സ്കൂൾ വിത്ത് TC ഓർ വിത്തൗട്ട് TC എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ. അതിനുശേഷം കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്, ഇപ്പോൾ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. 2ാം ക്ലാസ് ഡിവിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കുട്ടിയുടെ ഏതാണ്ടൊക്കെ ഡേറ്റാസ് പ്രോഗ്രഷൻ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റാസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി കറക്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ആ കറക്ഷനും നമുക്ക് നടത്താവുന്നതാണ്. തുടർന്ന് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഡേറ്റാസ് ഇതേ രീതിയിൽ തന്നെ കംപ്ലീറ്റ് എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ ഡേറ്റാസ് ഓരോ കുട്ടികളുടെയും വെച്ച് അപ്ഡേഷൻ നടത്തണം. അവിടെ ശ്രദ്ധിക്കുക, കൊടുക്കേണ്ട ഫീൽഡ് പ്രോഗ്രഷൻ സ്റ്റാറ്റസ്, മാർക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക്, അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് ഡേയ്സ്, സ്കൂളിംഗ് സ്റ്റാറ്റസ്, ഈ 4 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാസ് അധ്യാപകർ വളരെ ശ്രദ്ധയോടെ കൂടി വേണം ആ ഫീൽഡ് ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ കംപ്ലീറ്റ് പൂരിപ്പിച്ച് കഴിയുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കിടക്കുന്ന കാണാം, ഫൈനലൈസ്. ആ ക്ലാസ് അധ്യാപകൻ ആ ക്ലാസ്സിലെ കംപ്ലീറ്റ് കുട്ടികളുടെ ഡേറ്റാസ് പൂർണ്ണമായി 100% ശരിയോടുകൂടി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫൈനലൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആ ക്ലാസ്സിൻ്റെ പ്രോഗ്രസ് മൊഡ്യൂള് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇങ്ങനെ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിൻ്റെയും ഫൈനലൈസേഷൻ ചെയ്തതിന് ശേഷം സ്കൂൾ തലത്തിൽ പ്രഥമാധ്യാപകൻ സ്കൂൾ തലത്തിലുള്ള ഫൈനലൈസേഷൻ നടത്തേണ്ടതാണ്. ഓരോ ക്ലാസ്സിൻ്റെയും ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പ്രഥമാധ്യാപകൻ സ്കൂൾ തലത്തിലുള്ള ഫൈനലൈസേഷൻ നടത്താൻ പാടുള്ളൂ. അതിനായി സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രോഗ്രഷൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണാം ഫൈനലൈസ് പ്രോഗ്രഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5 ഇനത്തിലുള്ള നിർദ്ദേശങ്ങൾ കാണും. അതോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷനും ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂൾ തലത്തിലുള്ള പ്രോഗ്രഷൻ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.